Hi viewers, welcome to Hafiz Recipe Time. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മയോണൈസ് ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മയോണൈസ് ഇല്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ മയോണൈസ് തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മയോണൈസിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 എഗ്ഗാണ്. ഫസ്റ്റത്തെ എഗ്ഗ് എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ എഗ്ഗിൻ്റെത് എഗ് വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എഗ് വൈറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നതിന് ശേഷം നമ്മൾ ചെറിയ മിക്സി എടുത്തിട്ട് അതിലേക്ക് ഈ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സോൾട്ട് അതിൻ്റെ പാകത്തിന് ആഡ് ചെയ്യണം. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് ഞാനത് ഇതിൽ കാണിക്കുന്നില്ല. ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു അപ്പം ഞാനിത് ജസ്റ്റ് വിപ്പിലിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തത്. അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് മയോണൈസിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഓയിൽ ഞാൻ 3 ബാച്ചസ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ആ കറക്റ്റ് മയോണൈസിൻ്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ. ഇതാക്കിയെടുക്കുക, അല്ലെങ്കിൽ വിപ്പിലിട്ടെടുക്കുക. അപ്പോൾ ഇനി അടുത്ത ബാച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ മയോണൈസ് നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചിലവർക്കൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാറില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഓയിൽ അതിൻ്റെ കറക്റ്റ് അളവിലായിരിക്കില്ല ആഡ് ചെയ്ത് കൊടുത്തത്. അത് ആ കറക്റ്റ് അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള എഗ്ഗ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.